എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും വിഷു? അടിച്ചു പൊളിച്ചോ? എൻ്റെ വിഷു ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പം വീഡിയോ കണ്ടിട്ടായോ? ഞങ്ങൾ രാവിലെ ഒരു 4:30 ആയപ്പം വിഷുക്കണി കണ്ടു. അത് കഴിഞ്ഞ് കുറേ നേരം പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് ഞാൻ കുറച്ച് നേരം പോയി കിടന്നുറങ്ങി. പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഒരു 7:30 ആയി. അപ്പോഴാണ് തീരുമാനിച്ചു ഒന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നാലോ എന്ന്. പിന്നെ പെട്ടെന്ന് റെഡിയാവുകയായിരുന്നു. കാരണം വെച്ചാൽ ഒരു 9 മണിക്കുള്ളിലെങ്കിലും അമ്പലത്തിലെത്തണമല്ലോ. അതുകൊണ്ട് വേഗം തന്നെ ഒരുങ്ങി അമ്പലത്തിലേക്ക് പോകാൻ റെഡിയായി. ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. റെഡ് കളർ ഒരു കുർത്തി പാൻറ് സെറ്റാണ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളങ്ങനെ അമ്പലത്തിലെത്തി. ഇരിട്ടിക്കുള്ള ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് പോയത്. ഈ അമ്പലം എന്ന് പറയുന്നത് 2 അമ്പലങ്ങളാണ്. താഴെ മഹാവിഷ്ണുവും മേലെ ശിവൻ്റെയും. അങ്ങനെ 2 അമ്പലങ്ങളുണ്ട്. 2 സ്ഥലത്തും പോയി തൊഴുതു. പിന്നെ ഞാൻ താഴെ വന്ന് ചന്ദനക്കുറിയൊക്കെ തൊട്ടു. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, എനിക്ക് അവിടെ നിന്നൊരു സാധനം കിട്ടി. എന്താണല്ലേ? അമ്പലത്തിൽ നിന്ന് കൈനീട്ടം കിട്ടി. സൂക്ഷിച്ചു വെക്കണം. ഇവിടെ ഒരു അടിപൊളി വ്യൂ ഉണ്ട്. ഞാൻ അത് കാണിച്ചരേ. ഇതിൻ്റെ ഒരു ഭംഗി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്ന് എനിക്കറിയില്ല. പക്ഷേ അയ്യോ ഒന്നും പറയാനില്ല. വലിയൊരു പുഴ, ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് അത്രയും രസമാണ്. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കുറച്ചധികം നേരം ആ ഒരു സ്ഥലത്ത് നിന്നു. അവർ മീൻ പിടിക്കാം. നമുക്ക് നോക്കാം. നമ്മുടെ ചായ അരിക്കുന്ന അരിപ്പയില്ലേ, അതിനെ കൊണ്ടാണ് ഇവർ മീനിനെ പിടിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചോ ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ഇവരെന്താ ചെയ്യുന്നത് വിചാരിച്ചാൽ നമ്മുടെ ഇലയുടെ ഇല്ലേ അത് മീനിന് കൊടുത്തിട്ട് അത് വെച്ചിട്ട് ഇവർ മീനിനെ പിടിക്കാനായിട്ട് നേരെ പോയത് തണുത്ത് എന്തെങ്കിലും കുടിക്കാമെന്ന ലക്ഷ്യത്തോടെയായിരുന്നു. കാരണം വെച്ചാൽ വെയിലും ചൂടും ഒരു വിധത്തിലും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു കൂൾ ബാറിൽ കയറി ചിക്കു ഷേക്ക് കുടിച്ചു. ഒരു വിധത്തിൽ കുറച്ചൊരാശ്വാസം കിട്ടി. പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മുസംബി ജ്യൂസും കൂടി കുടിച്ചു. കാരണം ദാഹിക്കുവാണോ ചൂടെടുക്കുകയാണോ എന്താണെന്ന് മനസ്സിലാവാതൊരു കാലാവസ്ഥയായി. വീട്ടിലെത്തി. ഇനി ഡ്രസ്സൊന്ന് മാറണം, ഫുഡ് ഉണ്ടാക്കണം. നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ചിക്കൻ നമ്മൾ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വെക്കാം. അങ്ങനെ ബിരിയാണി റെഡിയായി. കൂടത്തിൽ മട്ടൻ വരട്ട്. ഇതൊക്കെയാണ് വിഷു സ്പെഷ്യൽ. കഴിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ചിക്കൻ ബിരിയാണി, നെയ്ച്ചോറ്, മട്ടൻ വരട്ട്, ചിക്കൻ്റെ മസാല, ഫുഡൊക്കെ റെഡി. ഇപ്പം ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാവേ. ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി ഒന്ന് ഉറങ്ങിയിട്ട് വരാം. ഉറക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ നമുക്ക് റെഡിയാവാം. ഞാൻ റെഡിയായി. എൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. നമ്മൾ ഇന്ന് പോകുന്നത് ആദ്യം അച്ചാച്ചൻ്റെ വീട്ടിൽ, എനിക്ക് എൻ്റെ കുഞ്ഞുമാവൻ്റെ വീട്ടിൽ, മാമേൻ്റെ വീട്ടിൽ. അങ്ങനെ വീട്ടിലെത്തി. പ്രാവശ്യത്തെ വിഷുവിന് അനിയത്തി വന്നിട്ടില്ല. അപ്പം അവളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു സാരല്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അമ്മ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. നോക്കിയപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്തത് പൈനാപ്പിളിൽ എന്തോ പരീക്ഷിക്കുന്നുണ്ട് കാര്യമായിട്ട്. ഞങ്ങളെല്ലാവരും കൂടി കഴിക്കാനിരുന്നു. എന്തൊക്കെയോ അച്ഛനും അമ്മയും ഏട്ടനും സംസാരിക്കുന്നുണ്ട്. ഞാൻ അതിലിടക്ക് ക്യാമറ നോക്കിയിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എൻ്റെ കഴിപ്പും നടക്കുന്നുണ്ട്, സംസാരവും നടക്കുന്നുണ്ട്. വത്തൊക്കെ ഞാൻ ചെറിയ പീസൊന്നുമല്ല വായിലേക്ക് വെക്കുന്നത്. എന്തിനാ ഇത്ര ബുദ്ധിമുട്ടി ഇത്ര വലിയ പീസ് കഴിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് വത്തൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. വത്തൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പൈനാപ്പിൾ കഴിച്ചു. അപ്പോഴാണ് അമ്മ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചുകൊണ്ടത്. പിന്നെ അതും കുടിച്ചു. കുറച്ചധികം നേരം ഞങ്ങളിരുന്ന് സംസാരിച്ചു. കാരണം ഞാൻ കുറേ നാളായി വീട്ടിലേക്ക് വന്നിട്ട് അച്ഛനോടും അമ്മേനോടൊക്കെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. വീട്ടിൽ വന്നാൽ എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യമുണ്ട്. എൻ്റെ ബെഡിൽ വന്നിട്ട് എനിക്കൊന്ന് ഉറങ്ങണം. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ വന്ന് കിടക്കുന്ന ഒരു സുഖം എനിക്ക് വേറെ എവിടെയൊന്നും കിട്ടിയിട്ടില്ല. സോ ഞാനൊരു 5 മിനിറ്റ് എൻ്റെ ബെഡിലൊക്കെ കിടന്ന് ഞാനൊന്ന് ആർമാദിക്കട്ടെ. ഞാൻ ഒന്ന് നാട്ടിലേക്ക് ഇറങ്ങി. ഇവിടെ പിള്ളേരെല്ലാം കൂടി ക്രിക്കറ്റ് കളിക്കാം.
നമുക്കത് പോയി നോക്കിയിട്ട് വരാം. ഇതൊക്കെ കാണുമ്പോഴാണ് എൻ്റെയും കുട്ടിക്കാലം ശരിക്കും പറഞ്ഞാൽ വല്ലാതെ മിസ് ചെയ്യുന്നത്. ആ ഒരു കാലത്തിലേക്ക് ഇനി തിരിച്ചു പോകാനും പറ്റില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അത് തന്നെയായിരിക്കും. കളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് അമ്മേൻ്റെ സ്പെഷ്യൽ ബിരിയാണിയും കൊഞ്ച് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. വിശപ്പില്ലെങ്കിലും അമ്മ ആക്കിയത് കൊണ്ട് കുറച്ച് കഴിച്ചു. പോകാനിറങ്ങാണ് ഈ ഒരു സമയമാകുമ്പം എന്തോ ഒരു സങ്കടം. അപ്പം അച്ഛനും അമ്മയും കൈനീട്ടൊക്കെ തന്നു. അത് നമ്മളിപ്പോൾ എത്ര വലുതായാലും അച്ഛനും അമ്മേൻ്റെ അടുക്കുന്ന കൈനീട്ടം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കൈനീട്ടം കിട്ടി. അച്ഛനോടും അമ്മേനോടും ബായ് പറഞ്ഞ് ഞാൻ പോവാണ്. അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്.